ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിനകത്ത് വന്നിട്ട് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സിൻ്റെ പാറ്റേൺസ് എല്ലാം നോക്കി അത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിൻ്റെ ഐഡിയാസ് എല്ലാം കുറച്ചും കൂടെ ഇൻസ്പയർഡ് ചെയ്തിട്ട് ഞാനത് ഒരു ബുക്കിനകത്ത് വരയ്ക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇതിനു മുന്നുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ അത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഓരോരോ പാർട്ടായിട്ട് ഞാനിങ്ങനെ വരച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് എങ്ങനെ വേണ്ടേ എങ്ങനത്തെ ഔട്ട്ഫിറ്റാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ പാർട്ടായിട്ട് ആദ്യമേ ബോട്ടം വരയ്ക്കും, പിന്നെ ഹാൻഡ് എങ്ങനത്തെ വേണമെന്ന് വരയ്ക്കും, നെക്ക്, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ എങ്ങനെ വേണമെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ആ ഒരു സ്കേർട്ടിൻ്റെ ഒരു ബോട്ടം ഭാഗമാണ് വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടം പാർട്ട് വന്നിട്ട് ഒരു നമ്മൾ അംബർല കട്ടിങ് അല്ല ചെയ്യാൻ പോകുന്നത്, മറിച്ച് നമ്മൾ ലെയറായിട്ട് ചെയ്യത്തില്ലേ, കുഞ്ഞു കുഞ്ഞു ലെയറായിട്ട് നമ്മൾ ഈ പട്ടുപാടയൊക്കെ തയ്ക്കുന്ന അതിൻ്റെ ഒരു ലെയർ വന്നിട്ട് അത് ആ ഒരു രീതിയിലല്ല, അത്രയും വലുപ്പത്തിലൊന്നല്ല, വളരെ ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് ഉള്ള ലെയർ ബോട്ടമാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിനകത്താണ് കൂടുതലും ഇങ്ങനെ പലതരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിങ്ങനെ വരച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇതേപോലെ ഇങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ലെയർ ബോട്ടമാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ എല്ലാ പാർട്ടും ഒരേപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു പാർട്ടാണ്. അവിടെ വന്നിട്ട് ചെറിയ ഇതുപോലെ തുണി ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പ്രിൻസസ് കട്ട് ആ ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വന്നിട്ട്. അപ്പോൾ ആ ഒരു ലെയറായിട്ട് അവിടെ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതേപോലെ ചെറിയ ബട്ടൺസ്, പിന്നെ ഒരു വി നെക്ക്, അങ്ങനെയാണ് ആ ഒരു നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ അവിടെ തയ്ച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ കൈ വന്നിട്ട് ഒരു പഫ് സ്ലീവാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പലതരത്തിലുള്ള പ്രിൻസസ് സ്ലീവ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യാം. പിന്നെ ബാക്കിൽ വന്നിട്ട് ഞാനൊരു ഡീപ്പ് വി നെക്കാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിനകത്ത് ചെറുതായിട്ടൊരു സിബും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കിത് മൊത്തം കൂടെ ചേർത്തിട്ട് ഒരു ഫുള്ളായിട്ടൊരു പ്രോപ്പറായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. എനിക്കിപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കളറാണ് നമ്മുടെ പർപ്പിൾ എന്ന് വന്നിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ BTS ഫാൻസൊക്കെ ചാനലിൽ ഒരുപാടുണ്ട്. ഒരുപാട് പേരെന്നോട് ചോദിച്ചു ആരുടെ ഫാനാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് ഒരാളുടെ ഇല്ല, പക്ഷേ എനിക്ക് ജിമിനെയും വിയെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെയാണ് ഇഷ്ടമെന്നുള്ളത്. എനിക്ക് ജിമിനെയും വിയെയും ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ജിമിന്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ പർപ്പിൾ കളറാണ് എൻ്റെ ഒരു ഡ്രസ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പർപ്പിൾ കൊടുത്തത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റിൻ്റെ ചേരുന്ന ഒരു ഇത് എന്തുപോലെ നമുക്ക് കടകളിൽ ലഭ്യമായിരിക്കത്തില്ല. നമുക്കപ്പോൾ പർപ്പിൾ ഏതുണ്ടോ ആ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും അതിനകത്ത് ചെറിയൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഫ്ലവർ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ നമ്മുടെ ലക്കിന് കിട്ടുവാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പർപ്പിളിൻ്റെ ഏത് കളറുണ്ടോ അത് ചൂസ് ചെയ്യും. അപ്പോൾ ഞാനിത് എപ്പോഴും എൻ്റെ ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു ഷോപ്പാണിത്. അവിടെ അതേപോലെ പിങ്കും പർപ്പിളും ഒക്കെ ആയിട്ട് ഒരുപാട് തുണികളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു പർപ്പിള് ലക്കിന് നല്ല ഒരു തുണി എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ അതിനകത്ത് വന്നിട്ട് അതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഒരുപാട് ഇങ്ങനെ കുറച്ചും കൂടെ വലിയൊരു ഫ്ലവറാണ്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു പർപ്പിളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ഡിസൈൻ, ആ ഒരു ത്രെഡ് ഡിസൈൻ നന്നായിട്ടുണ്ടായിരുന്നു.
കുഞ്ഞ് പൂവൊക്കെ ആയിട്ട് ഒരു നല്ല രസമായിരുന്നു കാണാം. പക്ഷേ അതിൻ്റെ തുണി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മങ്ങി ഒരു ഡള്ളായിട്ടുള്ള ഒരു തുണിയാണ്. പിന്നെ ഈ ഒരു ഗ്രീനും ഞാൻ കണ്ടിരുന്നു, പക്ഷേ അതിൻ്റെ സ്കിൻ ടോണിനോട് അങ്ങോട്ട് അത്രയ്ക്കങ്ങ് മാച്ച് ആവുന്നില്ല. ആ ഒരു മാച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരുണ്ട സ്കിൻ ടോണായിട്ട് എനിക്കങ്ങ് മാറിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫൈനലി ഇത് തന്നെ ഡിസൈഡ് ചെയ്തു. പക്ഷേ ഇഷ്ടംപോലെ പിങ്കൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിട്ടുള്ള, പക്ഷേ എനിക്കെന്തോ ഈ ഒരു കളർ എടുക്കാനാണ് തോന്നിയത്. അപ്പോൾ ഇത് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു 5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 179 രൂപയാണ് മീറ്ററിന്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു 5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ കുറച്ച് ലൈനിങ്ങും കൂടെ എടുക്കണം. കുറച്ച് ലൈനിങ് അല്ല, ഞാൻ ആ ഒരു 5 മീറ്ററിൻ്റെ അത്രയും തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു താഴെ വന്നിട്ട് ആ ഒരു ഞുറ് വെക്കുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് അത്രയും തന്നെ ലൈനിങ് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ആ ഒരു ലെയർ നന്നായിട്ട് എടുത്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഒരു 5 മീറ്ററും തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ താഴെ ഞാൻ ഈ ഒരു പഫ് നെറ്റ് വെക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഫോട്ടോ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ ഒരു നെറ്റുണ്ട് ഇങ്ങനെ സ്കേർട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ വെച്ചടിക്കുന്നത്. അതിൻ്റെ ഒരു വൈറ്റ് ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിട്ട്. പിന്നെ ഇനി ഇത് എപ്പോഴും ഞാൻ തയ്ക്കാൻ കൊടുക്കുന്ന ആളുടെ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആൻറ്റിയുടെ കയ്യിലാണ് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ ഞാൻ എപ്പോഴും കൊടുക്കുന്നത്. അവർ തന്നെയാണ് തയ്ച്ച് എത്ര നന്നായിട്ട് തയ്ക്കാൻ പറ്റിയോ മാക്സിമം ഒരു ട്രൈ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു ഷോപ്പിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അവർക്ക് കൃത്യസമയത്ത് തരാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൊടുത്തത്. അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ കറക്റ്റായിട്ട് അത് തയ്ച്ച് തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഇതിനകത്ത് ഞാൻ ഈ ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്രാസ് സ്ട്രാപ്പൊക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ലോങ് ഡീപ്പ് നെക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇടാൻ സ്ട്രാപ്ലെസ് ബ്രായോ അല്ലെങ്കിൽ പാഡഡ് ബ്രായോ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ബ്രാസില്ലേ, ഇങ്ങനെ ആ ഒരു സംഭവം യൂസ് ചെയ്യാം. ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.